കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസിൻ്റെത് ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള 100% അവകാശവും കോൺഗ്രസിനാണ്. അതിലൊന്നും കയറി അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. ആ പാർട്ടി ഏതൊരു പാർട്ടിയാണോ ഏതൊരു മുന്നണിയാണോ അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കട്ടെ. പക്ഷേ കേരളം തുടക്കത്തിലെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉയർത്തി. അതിന് ഉത്തരമില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ആലപ്പുഴയിലെ ശ്രീ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി. രാജ്യസഭയിൽ ഇനിയും വർഷങ്ങൾ അദ്ദേഹത്തിന് ബാക്കി. രാജ്യസഭയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പാർലമെന്റ് ലോകസഭ പോലെ രാജ്യസഭയിൽ BJPക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവർ ചെയ്യാത്തത്. രാജ്യസഭയിൽ എങ്ങനെയെങ്കിലും സിംഗിൾ മെജോറിറ്റി കിട്ടാനുള്ള പണിയിലാണ് BJP. 240 സീറ്റാണ് രാജ്യസഭയിലുള്ളത്. അത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഓരോ സംസ്ഥാനത്തെ MLA-മാർ വോട്ട് ചെയ്ത് അങ്ങനെയാണല്ലോ രാജ്യസഭയുടെ പ്രാതിനിധ്യം വരുന്നത്. 240-ൽ BJPക്ക് ഇപ്പൊ 117ആണ്. 116 ഒരു ചെറിയ സഹായം 6 കോൺഗ്രസ് MLA-മാർ ഹിമാചൽ പ്രദേശ് ചെയ്തു. ഇപ്പൊ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി ആവേശത്തോടെ പോയി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി കോൺഗ്രസിന്റെ ദേശീയ നേതാവായ അഭിഷേക് സിംഗ്വിയെ വലിച്ചു നിലത്തിട്ടു. കൂറുമാറി BJPക്ക് വോട്ട് ചെയ്തു. അഭിഷേക് സിംഗ്വി പരാജയപ്പെട്ടു. BJP ജയിച്ചു രാജ്യസഭയിൽ. അഭിഷേക് സിംഗ്വി പിറ്റേന്ന് പത്രക്കാരോട് പറഞ്ഞു, രാത്രി എനിക്കൊപ്പം ഭക്ഷണം കഴിച്ചവർ, രാവിലെ എനിക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവർ എനിക്ക് മാറ്റി വോട്ട് ചെയ്തു. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ 117-ലെത്തി നിൽക്കുന്ന BJPക്ക് 121-ലെത്തിയാൽ രാജ്യസഭയിൽ മെജോറിറ്റിയായി. അപ്പോഴാണ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു. അവിടെ കോൺഗ്രസ് പിറകോട്ട് പോകുന്നു. അവിടെയുള്ള രാജ്യസഭാ അംഗം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ UDF വിജയഘട്ടത്തിലും പിടിച്ചു നിന്നൊരു മണ്ഡലമാണ് സഖാവ് ആരിഫിലൂടെ ആലപ്പുഴ. ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ജനകീയ MP ആരിഫ് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ രാജസ്ഥാനിൽ ഇനിയൊരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നാൽ BJP ജയിക്കും. അപ്പൊ 117, 118 ആവും. സാധാരണ രാജ്യസഭയിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് സൗകര്യമില്ല, അവകാശമില്ല. എന്നാൽ ആലപ്പുഴയിലെ BJPക്കാർക്ക് ഒരു സൗകര്യം വന്നിരിക്കുകയാണ്. അവിടെ എന്തായാലും BJP 3-ാം സ്ഥാനത്താണ്. അവർക്കൊരു പുതിയ സൗകര്യം കിട്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ രാജസ്ഥാനിൽ BJP ജയിക്കും. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലെ BJPക്കാർക്ക് പ്രത്യേകിച്ച് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനത്തെ അവരുടെ പാർട്ടിയുടെ ഒരംഗത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു അവസരമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുന്നു.